ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫിൽ പ്രധാന വേഷത്തിലെത്തിയ രേഖാചിത്രം ജോൺ മാന്ത്രിക്കലും രാമസുനിലും ചേർന്നാണ് തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പ്രസന്റ് സിറ്റുവേഷനിലും ഒപ്പം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ചില സംഭവങ്ങളും കോർത്തിണക്കിയാണ് കഥയ്ക്ക് അടിസ്ഥാനമായ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഡ്യൂട്ടി സമയത്ത് ചൂതാട്ടം കളിച്ചതിന് സസ്പെൻഷൻ കിട്ടിയ ഇൻസ്പെക്ടർ വിവേക് പോയ മാനം തിരിച്ചു പിടിക്കാൻ ഒരു കേസ് ഏറ്റെടുക്കുന്നു. സ്ഥിരം കാണുന്ന ഒരു സൈക്കോ പ്രതിയെ തേടിപ്പോകുന്ന കഥയല്ല, പകരം കൊലപാതകങ്ങൾ ചെയ്തത് ആരാണെന്ന് നേരത്തെ തന്നെ പറയുകയും പിന്നീട് എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു എന്നതിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയാണ് സിനിമയുടെ പശ്ചാത്തലം. വിവേക് എന്ന ഇൻസ്പെക്ടറായി എത്തുന്ന ആസിഫ് അലിയുടെ പല അവസ്ഥകളിലൂടെയാണ് സിനിമ പുരോഗമിക്കുന്നത്. ആസിഫ് അലി വളരെ കൺട്രോൾഡായും അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥകളൊക്കെ ഗംഭീരമായാണ് സിനിമയ്ക്കുള്ളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആസിഫ് അലിയുടെ ഇനി എത്ര കഥാപാത്രങ്ങൾ വന്നുപോയാലും ഇൻസ്പെക്ടർ വിവേക് ആയിട്ടുള്ള പ്രകടനം എന്നും വേറിട്ട് തന്നെ നിൽക്കും. ആസിഫ് അലിയെ പറ്റി പറയുമ്പോൾ അനശ്വര രാജിനെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല. അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രത്തിന്റെ ഇന്റൻസിറ്റി ആ കുറഞ്ഞ സ്ക്രീൻ ടൈമിലും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അനശ്വരയ്ക്ക് സാധിക്കുന്നുണ്ട്. അനശ്വരയുടെ കഥാപാത്രത്തെ പറ്റി കൂടുതലായി പറഞ്ഞാൽ അത് സ്പോയിലർ ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് അധികം പറയുന്നില്ല. ഇവരെ കൂടാതെ മനോജ് കെ ജെയിൻ, സിദ്ദിഖ്, ജഗദീഷ്, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, നിഷാന്ത് സാഗർ, നന്ദു, ബാമ അരുൺ, മേഘ തോമസ് തുടങ്ങി വലിയൊരു താരനിര തന്നെ രേഖാചിത്രത്തിൽ എത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ മികച്ചൊരു പെർഫോമൻസ് ആണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നതും. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് കഥാപാത്രങ്ങളുടെ പ്രകടനവും അവരുടെ പ്ലേസ്മെന്റും ഈ സിനിമയുടെ അവിഭാജ്യ ഘടകം തന്നെ. പല ക്യാരക്ടറും ഇമോഷണലി നമ്മളിലേക്ക് കണക്ട് ആകുന്നത് പോലെ തോന്നും. ഒരു അന്വേഷണത്തിനൊപ്പം തന്നെ അന്വേഷകരുടെ കൂടെ കഥയാണ് രേഖാചിത്രത്തിൽ കാണിച്ചു തരുന്നത്. രണ്ട് ടൈം ലൈനിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ആ ഒരു കാലഘട്ടത്തെ അന്വേഷണ രീതികളെയൊക്കെ നല്ല രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സാധിക്കുന്നുണ്ട്. കളർ ഗ്രേഡിംഗും ലൈറ്റിംഗും ഒക്കെ അതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പശ്ചാത്തല സംഗീതവും മികച്ചു നിൽക്കുന്നു. ഒരിടത്ത് പോലും ലൗഡ് ആവുന്ന ഒരു ഫീൽ സമ്മാനിക്കാതെ തന്നെ കണ്ടിരിക്കുന്ന വിഷ്വലിന് കൺവേ ചെയ്യുന്ന രീതിയിലാണ് BGM ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. സിനിമയ്ക്കുള്ളിൽ ഇന്റർവെൽ പഞ്ച് ഉണ്ടാവില്ലെന്ന് മൂവി ടീം തന്നെ പറഞ്ഞിരുന്നു. എങ്കിലും കണ്ടിരുന്നപ്പോൾ എവിടേക്കോ സിനിമയുടെ ഗ്രാഫ് താഴേക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ അധികം താമസിക്കാതെ തന്നെ എൻഗേജിംഗ് ആക്കാനുള്ള ഫാക്ടർ അവിടെ ഇവിടെയായി ചിത്രത്തിൽ സമ്മാനിക്കുന്നുമുണ്ട്. ത്രില്ലർ സിനിമകൾ എന്ന് പറയുമ്പോൾ അന്വേഷണം, അതിലെ ട്വിസ്റ്റുകളൊക്കെയാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അങ്ങനെ ഒരു പശ്ചാത്തലം തന്നെയാണ് രേഖാചിത്രത്തിനുമുള്ളത്. എന്നാൽ ട്രീറ്റ്മെന്റിൽ നമ്മൾ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയാണ് രേഖാചിത്രം നമ്മളെ കൊണ്ടുപോകുന്നത്. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കുറച്ചധികം റൂമറുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ ചിലത് സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയൊരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. എങ്കിലും എല്ലാ പ്രേക്ഷകരിലേക്കും അത് കണക്ട് ആവുമോ എന്ന് ചോദിച്ചാൽ കണ്ടു തന്നെ അറിയണം ആ ഒരു പരീക്ഷണം വിജയിച്ചോ എന്നത്. എനിക്ക് രേഖാചിത്രം ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി ആയിട്ടാണ് തോന്നിയത്. സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ എത്രയും വേഗത്തിൽ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.